കഥയെ ആരംഭിക്കുന്നത് ഒരു സാധാരണ ദിവസത്തെ പകലിലാണ്. വീടെക് ഇന്റർനാഷണൽ എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥരൊക്കെയും പതിവ് പോലെ തയ്യാറായി ജോലിയിലേക്ക് പുറപ്പെട്ടു. ഓരോരുത്തരായി കമ്പനിയിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. വാഹനങ്ങളിൽ വന്നിരുന്നവർ അവരുടെ കാറ് ശരിയായ രീതിയിൽ പാർക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തി ഓഫീസിനകത്തേക്ക് കയറി കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ജോലികൾ ആരംഭിച്ചു. മീര എന്ന ഉദ്യോഗസ്ഥക്കായിരുന്നു റിസപ്ഷനിസ്റ്റിന്റെയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടുന്നതിന്റെയും ചുമതല. വന്നപാടെ മീര അരവിന്ദ് എന്ന വ്യക്തിയുമായി സീനിയർ ഓഫീസർ രാജീവുമായിട്ടുള്ള കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തു. അപ്പോഴാണ് സെക്യൂരിറ്റി സത്യൻ വരുന്നത്. ഗാർഡനിലെ ഓസ് മാറ്റിയതിന്റെയും ഗാർഡൻ പൈപ്പ് മാറ്റിയതിന്റെയും തുക കാണിച്ചുള്ള ബില്ല് മീരയ്ക്ക് കൈമാറി. വളരെ കൂളായി ഓരോരുത്തരും രാവിലെ സമയം ചിലവഴിച്ചുകൊണ്ടിരുന്നു. വൈകാതെ മീര വിളിച്ച് മീറ്റിംഗിനായുള്ള അരവിന്ദും വന്നു ചേർന്നു. മീറ്റിംഗിനു വേണ്ടി അരവിന്ദ് കാത്തിരിക്കാൻ തുടങ്ങി. സീനിയർ ഓഫീസർ രാജീവ് മാത്രം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഒരു എംപ്ലോയി ആണെങ്കിൽ സ്നാക്സ് കൊണ്ടുവന്ന് തീറ്റയോട് തീറ്റ. പ്ലാസ്റ്റിക് കവറുകൾ കുന്നുകൂടിയപ്പോൾ അതെടുത്ത് അവിടുത്തെ മെയ്ഡായിട്ടുള്ള സ്ത്രീ അത് കത്തിക്കാനും കൊണ്ടുപോയി. പിന്നാലെയായിരുന്നു CCTVയിൽ ഓണറായ ഐസക് ജോൺ വരുന്നത്. മീര കാണുന്നത്. അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്ന് മീര ഓഫീസിലെ എംപ്ലോയീസിന് നിർദ്ദേശം കൊടുത്തു. അതോടെ ഏവരും തങ്ങളുടെ സ്ഥാനത്തേക്ക് വന്നിരുന്ന് ശ്രദ്ധയോടെ ജോലി ആരംഭിച്ചു. ഐസക് ജോൺ കയറി വരുമ്പോൾ കണ്ടത് അത്ര നേരം വൈകിട്ടും ഒരു എംപ്ലോയി എത്താതിരുന്നതായിരുന്നു. അതോടെ മീരയെ ക്യാബിനിലേക്ക് വിളിച്ച് ആളെന്താ വരാത്തത് എന്ന് ചോദിച്ചു. തലേ ദിവസം വൈകി ജോലി തീർത്തു പോയതുകൊണ്ടാണ് എന്നൊരു എക്സ്ക്യൂസ് മുമ്പൊരു എംപ്ലോയി പറഞ്ഞിരുന്നതുകൊണ്ട് ഐസക് തറപ്പിച്ചു പറഞ്ഞു. തലേന്ന് വൈകിപ്പോയി എന്നത് പിറ്റേന്ന് വൈകി വരാനുള്ള റീസൺ അല്ല. ഞാനത് സംസാരിച്ച വേറെ രീതിയിലായി പോവും. മീര സംസാരിച്ചേക്കണം. മീരയും അതൊക്കെ പറഞ്ഞു. ഐസക് ജോൺ എഴുന്നേറ്റ് തന്റെ കോഫി മെഷീനിൽ ഒരു ചായ ഇടാൻ നോക്കി. പക്ഷേ പൊടി തീർന്നിരിക്കുകയായിരുന്നു. പിന്നാലെ ശാന്തനായ ഐസക് ജോൺ മീരയുടെ ഹെൽത്തിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ സ്നേഹാശംസകൾ നടത്തിയ ശേഷം മീരയെ ഐസക് ജോൺ പറഞ്ഞുവിട്ടു. ഇതേ സമയം താഴെ വൈകിയെത്തിയ എംപ്ലോയി സൈക്കിളിൽ വന്നെത്തുകയായിരുന്നു. വീട്ടിലൊരു പ്രശ്നം വന്നിറങ്ങിയപാടെ ടെൻഷനിലായിരുന്ന അയാൾ ഫോണിൽ സംസാരിച്ച് ഓഫീസിന്റെ ഒരു വശത്തേക്ക് നീങ്ങി. ഇതേ സമയം അകത്ത് വന്നിരുന്ന അരവിന്ദുമായിട്ടുള്ള മീറ്റിംഗ് സീനിയർ ഓഫീസർ രാജീവും എംപ്ലോയി ഫയാസുമായി മീര അറേഞ്ച് ചെയ്യുകയായിരുന്നു. മീറ്റിംഗിനായി അവർ കോൺഫറൻസ് റൂമിലേക്ക് പോയി. കുറച്ചു സമയം പിന്നിട്ടതും ആൽബർട്ട് സെബാസ്റ്റ്യനെയും ഓഫീസിലെ മറ്റൊരു പെൺകുട്ടിയെയും വിളിച്ചുകൊണ്ട് പുറത്ത് ചായ കുടിക്കാനായി പോയി. ഇതേ സമയം ഓഫീസിനകത്ത് ഓഫീസ് മെയ്ഡ് ചായ വിതരണം ചെയ്യുകയായിരുന്നു. ശേഷം അവർ പോയി ഐസക് ജോണിന്റെ കോഫി മെഷീനിനുള്ളിൽ ആവശ്യത്തിന് തേയില നിറച്ചു. ഓഫീസിന്റെ പുറത്തുള്ള ചായക്കടയിൽ നിന്നും ചായയും പഴംപൊരിയും വാങ്ങി ആൽബർട്ടും സംഘവും ഓഫീസിന്റെ മുമ്പിലുള്ള ചെറിയ ടേബിളിലും കസേരയിലും വന്നിരുന്ന് ഓരോന്ന് സംസാരിച്ച് ചായ കുടിക്കാനൊക്കെ ആരംഭിച്ചു. ഈ സമയത്താണ് കോഫി മെഷീനിൽ നിന്ന് ദേഹത്തേക്ക് ചായ വീണ ഐസക് ജോൺ അവിടെ അടുത്തുള്ള തന്റെ തന്നെ പേഴ്സണൽ ബാത്റൂമിലേക്ക് അത് കഴുകാനായി പോകുന്നത്. ഓഫീസ് മെയ്ഡാകട്ടെ ഈ സമയം ഓഫീസ് ക്ലീനിങ്ങും ആരംഭിച്ചിരുന്നു. വാക്വം ക്ലീനർ ഉപയോഗിച്ചുള്ള ക്ലീനിങ് ആയതുകൊണ്ട് ഓഫീസിലെ എംപ്ലോയീസ് അതിന്റെ ശബ്ദം സഹിക്കാൻ പറ്റാതെ ചെവി പൊത്തിപ്പിടിച്ചിരുന്നു. ഇതിനിടയിൽ ഓരോ എംപ്ലോയീസ് ആകട്ടെ കോർണറിലുള്ള വെള്ളം നിറയ്ക്കുന്ന മെഷീനിൽ നിന്ന് പോയി വെള്ളം നിറയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം പിന്നിട്ട് ക്ലീനിങ് ഒക്കെ അവസാനിച്ചതും ചായ കുടിക്കാൻ പോയ ആൽബർട്ടും സംഘവും തിരികെ കയറി വന്നു. ആ സമയത്താണ് ഓഫീസ് മീറ്റിംഗിലായിരുന്ന സീനിയർ ഓഫീസർ രാജീവ് കമ്പനി പാർട്ട്ണർ ജിപ്സൺ ജോർജ് ഫോൺ ചെയ്ത് ഐസക് ജോണിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിന് പ്രകാരം കോൺഫറൻസ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഐസക് ജോണിനെ പറ്റി തിരക്കുന്നത്. കുറച്ചു മുമ്പ് ടോയ്ലറ്റിലേക്ക് പോകുന്ന കണ്ടു എന്നവിടുത്തെ ഒരു എംപ്ലോയി പറഞ്ഞതിന് പ്രകാരം ടോയ്ലറ്റിന് മുമ്പിൽ ചെന്ന് രാജീവ് മുട്ടി വിളിച്ചു. പക്ഷേ അകത്തുനിന്ന് ഐസക് ജോണിന്റെ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും മുട്ടി വിളിച്ചിട്ടും മറുപടിയൊന്നും ഇല്ലാതായതോടെ രാജീവ് അല്പം പാനിക്കായി. പുറത്ത് സെക്യൂരിറ്റിയുടെ പക്കലുള്ള ഓഫീസ് ടോയ്ലറ്റിന്റെ സ്പെയർ കീ മേടിച്ചു കൊണ്ടുവരാൻ സെബാസ്റ്റ്യനെ രാജീവ് പറഞ്ഞയച്ചു. സെബാസ്റ്റ്യൻ വേഗത്തിൽ പുറത്തേക്കോടി. ഓഫീസിലെ എംപ്ലോയീസ് ഒക്കെ പാനിക്കായി എന്താ സംഭവിച്ചതെന്നറിയാതെ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിലേക്ക് വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ ഓടിപ്പോയി താക്കോല് വാങ്ങി തിരികെ എത്തി. വാതിൽ തുറന്നു നോക്കിയ രാജീവും സെബാസ്റ്റ്യനും മറ്റുള്ളവരും കണ്ടത് ടോയ്ലറ്റിനകത്ത് തലയടിച്ചു വീണ് ചോരയൊക്കെ ഒലിച്ച് മരണപ്പെട്ട് കിടക്കുന്ന ഐസക് ജോണിനെയായിരുന്നു. ഏവരും ഒന്ന് പാനിക്കായി. വേഗത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് സെബാസ്റ്റ്യനും ആൽബർട്ടും പറഞ്ഞെങ്കിലും രാജീവ് ഐസക് ജോണിന്റെ മൂക്കിൽ വിരൽ വെച്ച് നോക്കി. ആള് മരണപ്പെട്ടിരുന്നു. അതോടെ എവിടെയും തൊടണ്ട, മാറി നിൽക്കാം എന്ന് രാജീവ് പറയുകയാണ്. വൈകാതെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ഉത്തരവാദിത്തം മികച്ച പോലീസ് ഉദ്യോഗസ്ഥനായ ASP സന്ദീപ് കൃഷ്ണയ്ക്കായിരുന്നു. CI അബ്ദുറഹീമും മറ്റ് കോൺസ്റ്റബിൾസുമൊക്കെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനുമുണ്ട്. കമ്മീഷണറുടെ ഫോൺ കോൾ വന്ന് കട്ടായതിന് പിന്നാലെ തന്റെ ഫൈൻഡിങ്സ് അബ്ദുറഹീം ASP സന്ദീപിനോട് പറഞ്ഞു. സാറേ, ഇതിൽ വല്ല കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ടോയ്ലറ്റിൽ തെന്നി വീണു, തലയിടിച്ചു മരിച്ചു. അതാ എനിക്ക് തോന്നുന്നേ. സന്ദീപ് ജോണിന്റെ ഫോൺ നോക്കി. പാർട്ട്ണർ ജിപ്സന്റെ നിരവധി കോളുകളുണ്ട്. സന്ദീപ് മറുപടി
മറുപടിയൊന്നും പറഞ്ഞില്ല. അന്വേഷണം തുടർന്നു. ഫോറൻസിക് ഉദ്യോഗസ്ഥരിൽ നിന്നും ഡോക്ടറിൽ നിന്നുമായി കുറച്ചു കാര്യം സന്ദീപ് മനസ്സിലാക്കി. ടോയ്ലറ്റിനകത്ത് ബലപ്രയോഗമൊന്നും നടന്നതിന്റെ ലക്ഷണങ്ങളില്ല. തലയിടിച്ച് വീണിട്ടുണ്ടെങ്കിലും അതാണോ മരണകാരണം എന്നുറപ്പിക്കാൻ സാധിക്കില്ല. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ അത് പറയാൻ പറ്റൂ. ജോണിന്റെ ഓഫീസ് ക്യാബിനിൽ നിന്നും കുറച്ചു ഗുളികകൾ കണ്ടെടുത്തിരുന്നു. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളവർ കഴിക്കുന്ന ഗുളികകളാണത്. ശ്വാസം മുട്ടി വീണതാവാനും സാധ്യതകളുണ്ട്. പക്ഷെ ഇതിലുള്ള കുറച്ച് സംഭവങ്ങൾ, ഒന്ന്, ബാത്റൂം ഫ്ലോർ തെന്നി വീഴുന്ന തരത്തിലുള്ളതായിരുന്നില്ല. പതിവിനു വിപരീതമായി ശരീര താപനില കുറവായിരുന്നു. പക്ഷെ അതിനൊരു ക്ലാരിഫിക്കേഷനും ഡോക്ടർ കൊടുത്തു. ബാത്റൂം ആയതുകൊണ്ടും ഈർപ്പമുള്ള അവസ്ഥയായതുകൊണ്ടുമായിരിക്കാം അതങ്ങനെ കാണപ്പെട്ടത് എന്നായിരുന്നു അത്. ഡ്രസ്സിലുണ്ടായിരുന്ന പാട് കോഫി സ്റ്റെയിൻ ആണെന്നും അവിടെ നിന്ന് പ്രത്യേക തരത്തിൽ മടക്കിയ ഒരു ടിഷ്യൂ കിട്ടിയിട്ടുണ്ട് എന്നും ഫോറൻസിക് ഉദ്യോഗസ്ഥർ സന്ദീപിനോട് ക്ലിയറായി പറഞ്ഞു. കൂട്ടത്തിൽ വിഷമുള്ളിൽ ചെന്നല്ല മരണപ്പെട്ടിരിക്കുന്നത് എന്നും ഡോക്ടർ തറപ്പിച്ചു പറഞ്ഞിരുന്നു. സന്ദീപ് തന്റെ അന്വേഷണം തുടർന്നു. ആദ്യഘട്ടത്തിൽ ഡോർ ലോക്ക് പരിശോധിപ്പിച്ചു. ലോക്കിന് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഐസക് ജോൺ കോഫി വീണ് അത് കഴുകാനാണ് പോയത് എന്ന് വ്യക്തമായി. ബാത്റൂമിനുള്ളിൽ വെച്ച് ജോണിന് ശ്വാസം മുട്ടൽ സംഭവിച്ച് വീണതാവാം എന്നൊരു ഊഹം അവിടെ ഉടലെടുക്കുകയാണ്. പക്ഷേ അങ്ങനാണെങ്കിൽ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടാൽ ഉടൻ ഒരാൾ ഡോർ തുറന്ന് പുറത്തു വരാൻ ശ്രമിക്കില്ലേ എന്നതായിരുന്നു അടുത്ത ചോദ്യം. വളരെയധികം ബലത്തിൽ തന്നെ ജോൺ ഡോർ തുറക്കാൻ ശ്രമിച്ചതിന്റെ പാടുകൾ ലോക്കിൽ കണ്ടതായും സന്ദീപ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതോടെ ACP റഹീം തന്റെ ഒരു ഊഹം പറഞ്ഞു. ഡ്രസ്സിൽ കോഫി വീണ ജോൺ അത് കഴുകാൻ ബാത്റൂമിൽ പോയി. പതിവ് പോലെ ലോക്ക് ചെയ്യുന്ന ശീലമുള്ളതുകൊണ്ട് ലോക്ക് ചെയ്ത് സ്റ്റെയിൻ കഴുകാൻ ആരംഭിച്ചു. പെട്ടെന്ന് കാല് തെന്നി തലയിടിച്ച് താഴെ വീണു. ആ അവശതയിൽ ഡോർ തുറക്കാൻ കൈയെത്തിച്ച് ശ്രമിച്ചെങ്കിലും തലക്കേറ്റ ആഘാതം ശക്തമായതുകൊണ്ട് അവിടെ വീണുപോയി ജോൺ കൊല്ലപ്പെട്ടു. പക്ഷേ ഫോറൻസിക് ടീമിന്റെ ഫൈൻഡിങ്സ് പ്രകാരം വീണതിനു ശേഷം ജോൺ അവിടെ നിന്ന് അനങ്ങിയിട്ടേയില്ല. മാത്രമല്ല തെന്നി വീഴാനുള്ള സാധ്യതയും വളരെയധികം കുറവാണ്. മറ്റൊരു കാര്യം, വേറെവിടെയും ബ്ലഡ് ആയിട്ടുമില്ല. അതുകൊണ്ട് റഹീമിന്റെ അസംഷൻ സന്ദീപ് തള്ളിക്കളഞ്ഞു. അടുത്ത പരിശോധനയിൽ ജോൺ ടോയ്ലറ്റിലുള്ള സമയത്ത് ആ ഭാഗത്തുള്ള വാട്ടർ ഡിസ്പെൻസറിൽ നിന്ന് വെള്ളം എടുക്കുവാൻ ഓഫീസിലെ 3 എംപ്ലോയീസേ പോയിട്ടുള്ളൂവെന്നും അവരാണെങ്കിൽ കൃത്യം വെള്ളമെടുക്കുന്ന സമയമെടുത്ത് തിരികെ എത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാവുകയാണ്. പിന്നാലെ ജോണിന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധന ആരംഭിച്ചു. ജോൺ 2 വിവാഹം കഴിച്ചിരുന്നു. രണ്ടും ഡിവോഴ്സ്ഡായി. ആൾക്കാണെങ്കിൽ മക്കളൊന്നുമില്ല. ഉള്ളത് സഹോദരൻ ഇവാൻ ജോൺ ആണ്. ഇവാൻ ജോൺ വർഷങ്ങളായി അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. രണ്ടാൾക്കും കോടികളുടെ സ്വത്തുക്കളുമുണ്ട്. ജോണിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്. പിന്നെ ജോണിന് അടുത്ത ബന്ധമുള്ളത് പാർട്ട്ണർ ജിപ്സൺ ജോർജുമായിട്ടാണ്. ഇവരുടെ ദുബായ് ബേസ്ഡ് ബിസിനസ് ഒക്കെ നോക്കുന്നത് ജിപ്സൺ ആണ്. ജിപ്സൺ നിലവിൽ നാട്ടിലുണ്ട്. ഒക്കെ കേട്ടതും സന്ദീപ് ഒരു ഊഹം പറഞ്ഞു. അപ്പോ ജോൺ മരണപ്പെട്ട ജോണിന്റെ കോടികളുടെ സ്വത്തുക്കളൊക്കെ ജിപ്സന് തനിച്ചു കിട്ടുമല്ലേ? പിന്നാലെ സന്ദീപ് ഓഫീസ് എംപ്ലോയീസിന്റെ മുഴുവൻ ഫോണുകളും അന്വേഷണത്തിനായി വാങ്ങിവെച്ചു. പിന്നാലെ ഓരോരുത്തരെയായി സന്ദീപ് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. നിലവിൽ അവിടെയുള്ള ആർക്കും പുറത്തു പോകാൻ പറ്റില്ല എന്ന് സന്ദീപ് തീർത്തു പറഞ്ഞു. രാജീവിനടുക്കൽ ഉണ്ടായ കാര്യങ്ങളുടെ വിശദീകരണമൊക്കെ സന്ദീപ് ചോദിക്കാൻ തുടങ്ങി. നടന്നതത്രയും അറിയാവുന്ന പോലെ രാജീവ് പറഞ്ഞു. ആ സമയത്താണ് രാജീവും ജിപ്സണും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും ജിപ്സണൊപ്പം ദുബായിൽ രാജീവ് 3 കൊല്ലം ജോലി നോക്കിയിട്ടുണ്ട് എന്നും സന്ദീപ് മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യൽ തുടർന്ന സന്ദീപ് ഒരു ചോദ്യം ചോദിച്ചു. ഐസക് ജോൺ ബാത്റൂമിൽ കയറിയ സമയത്ത് എന്തെങ്കിലും വീഴുന്ന ശബ്ദമോ മറ്റോ കേട്ടിരുന്നോ എന്നായിരുന്നു അത്. ഒരു നിമിഷം ആരുമൊന്നും പറഞ്ഞില്ല. മീര മുമ്പിലേക്ക് വന്ന് സന്ദീപിന് മറുപടി കൊടുത്തു. ആ സമയം സിന്ധു ചേച്ചി വാക്വം ക്ലീനർ വെച്ച് ഇവിടെ ക്ലീൻ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഒച്ചയൊന്നും കേട്ടില്ല. ആകെ അതിന്റെ ശബ്ദമായിരുന്നു. നിങ്ങളൊക്കെ ഈ ബാത്റൂം തന്നെയല്ലേ യൂസ് ചെയ്യുന്നേ എന്നായി സന്ദീപിന്റെ അടുത്ത ചോദ്യം. അല്ലെന്നും കോറിഡോറിലുള്ള മറ്റൊരു ബാത്റൂമാണ്, ഇത് ജോൺ സാറിന്റെ മാത്രം ബാത്റൂമാണ് എന്ന് മറുപടി വന്നു. അടുത്തതായി സന്ദീപ് ചോദ്യങ്ങൾ ചോദിച്ചത് സെക്യൂരിറ്റി സത്യനോടായിരുന്നു. ഓഫീസ് ടൈമിന്റെ കാര്യങ്ങളും ഓഫീസിലെ മറ്റു ഭാഗങ്ങളൊന്നും വാടകയ്ക്ക് കൊടുക്കാത്തതിന്റെ കാര്യങ്ങളുമൊക്കെ സന്ദീപ് സത്യനോട് ചോദിച്ചു. ജോൺ സാറിന്റെ പ്രോപ്പർട്ടിയാണല്ലോ, ആൾക്കാരെ ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ കൊടുക്കാതിരുന്നതാ എന്ന് സത്യൻ മറുപടി കൊടുത്തു. അവിടെ പുക കണ്ട് കാര്യം തിരക്കിയപ്പോ ഓഫീസിലെ പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് കത്തിച്ചതാ എന്നായിരുന്നു സത്യന്റെ മറുപടി. ടോയ്ലറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ മറ്റാരുടെയെങ്കിലും അടുത്തുണ്ടോ എന്ന് സന്ദീപ് ചോദിച്ചപ്പോ ഇല്ലെന്നും തന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂവെന്നും സത്യൻ മറുപടി പറഞ്ഞു. അടുത്തതായി സത്യന്റെ ഭാര്യയും ഓഫീസ് മെയ്ഡുമായ സിന്ധുവിനെയായിരുന്നു ചോദ്യം ചെയ്തത്. ജോണിനെ പറ്റി ചോദിച്ചപ്പോൾ സിന്ധുവിന് നല്ല അഭിപ്രായമായിരുന്നു. തനിക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ലീവ് തന്ന കാര്യവും പണം തന്ന് സഹായിച്ച കാര്യമൊക്കെ സിന്ധു ഓഫീസേഴ്സിനോട് പറഞ്ഞു. അന്ന് മെഷീനിൽ നിറച്ച കോഫി പാക്കറ്റ് പുതിയതും പൊട്ടിക്കാത്തതുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതേന്നും പൊട്ടിച്ചു വെച്ച കട്ട പിടിച്ചു പോവും എന്നുമായിരുന്നു സിന്ധുവിന്റെ മറുപടി. ഓഫീസിലെ പാൻട്രി ഏരിയ അവരല്ലാതെ മറ്റാരെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ എന്നായി സന്ദീപിന്റെ അടുത്ത ചോദ്യം. കുട്ടികൾ വൈകി ജോലി നോക്കുമ്പോൾ കട്ടൻ ചായ ഇട്ട് കുടിക്കാറുണ്ടെന്നും ബിസ്ക്കറ്റ് കഴിക്കാറുണ്ട് എന്നും അവർ മറുപടി കൊടുത്തു. പിന്നാലെ ഓരോ എംപ്ലോയീസിനെ ആയി വിളിച്ച് സന്ദീപ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. എംപ്ലോയീസിന്റെ കൈകൾ മണത്തി നോക്കുകയും അവരുടെ കൈകൾ പരിശോധിക്കുകയും സന്ദീപ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് സന്ദീപ് ചെയ്യുന്നത് എന്നൊരു ഘട്ടത്തിൽ കൂടെയുള്ള പോലീസുകാർ ചോദിച്ചപ്പോൾ അവിടെ
നിന്നും ഫിംഗർ പ്രിന്റ് ഒന്നും കിട്ടിയിട്ടില്ലെന്നും അതുകൊണ്ട് കൃത്യമാരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൗസ് ധരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ ഗ്ലൗസിന്റെ മണവും അതിലെ പൊടിപ്പാടുകളും കയ്യിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, അതാണ് താൻ നോക്കുന്നത് എന്നുമായിരുന്നു സന്ദീപ് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ ഒരു എംപ്ലോയിയെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ അടുത്തു നിന്നും ഉറക്ക ഗുളികയുടെ മരുന്നിന്റെ ഒരു ബോട്ടിൽ ലഭിച്ചു. ഇതെന്താണെന്നും എന്തിനാണ് ഓഫീസിൽ കൊണ്ടുവന്നത് എന്നും ചോദിച്ചപ്പോൾ ഉറക്കം കുറവായം കൊണ്ട് കഴിക്കുന്ന മരുന്നാണ് എന്നവർ മറുപടി പറഞ്ഞു. ആരാണിത് എഴുതി തന്നത്, പ്രിസ്ക്രിപ്ഷൻ എവിടെ എന്നായി സന്ദീപിന്റെ ചോദ്യം. പ്രിസ്ക്രിപ്ഷൻ ഇല്ലെന്നും അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചോദിച്ചു മേടിച്ചതാണ് എന്നും അവർ മറുപടി കൊടുത്തു. അവരുടെ മറുപടികളിൽ സന്ദീപിന് സംശയം തോന്നിയിരുന്നു. കാരണം ആ ഉറക്ക ഗുളിക പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അങ്ങനെ കിട്ടുന്ന ഒന്നല്ല. അതോടെ അവർ ആ മരുന്ന് മേടിച്ച ഇടം സന്ദീപ് ചോദിച്ചറിഞ്ഞു. ആദ്യമൊന്ന് പതറിയെങ്കിലും മരുന്ന് മേടിച്ച ഇടം ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. ആ പെൺകുട്ടിയെ പറഞ്ഞുവിട്ട് സന്ദീപ് അതിനെപ്പറ്റി അന്വേഷിക്കാൻ മറ്റൊരാൾക്ക് നിർദ്ദേശം കൊടുത്തു. വീണ്ടും സന്ദീപ് ചോദ്യം ചെയ്യൽ തുടർന്നു. ഇതിനിടയിൽ വിബീഷുമായി ജോൺ സാറ് കഴിഞ്ഞയാഴ്ചയിലുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന്റെ കാര്യം ഫയാസ് പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു. അതിനെപ്പറ്റിയായി സന്ദീപിന്റെ ചോദ്യം വർക്കിലെ പ്രശ്നമാണെന്ന് പറഞ്ഞ് വിബീഷ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഫയാസുമായും അതുപോലെ ജോൺ സാർ വിഷയമുണ്ടാക്കിയിട്ടുണ്ട് എന്നാ സമയം വിബീഷ് പറയുകയും ചെയ്തു. പിന്നീട് ആൽബർട്ടിന്റെ ഊഴം കഴിഞ്ഞ് സെബാസ്റ്റ്യന്റെ ഊഴമെത്തി. ഓഫീസിൽ ചായ ഉണ്ടായിട്ടും എന്തിനാ നിങ്ങൾ പുറത്തു പോകുന്നത് എന്നായിരുന്നു സന്ദീപിന്റെ ചോദ്യം. പുറത്ത് കടികൾ കിട്ടുമെന്നും അവിടെ നല്ല ചായയാണെന്നും സെബാസ്റ്റ്യൻ മറുപടി പറഞ്ഞു. സെബാസ്റ്റ്യനെ പറഞ്ഞുവിടാൻ നേരം ഫോൺ കൊടുക്കുമ്പോ സെബാസ്റ്റ്യന്റെ വിരൽ മുറിഞ്ഞിരിക്കുന്നത് സന്ദീപിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനെപ്പറ്റി ചോദിച്ചപ്പോ രാവിലെ ഓഫീസ് മൈക്കയിൽ തട്ടി കൈ മുറിഞ്ഞതാണ് എന്നായിരുന്നു സെബാസ്റ്റ്യൻ പറഞ്ഞത്. റഹീമിനെ പറഞ്ഞുവിട്ട് സന്ദീപ് അത് വെരിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജോണിന്റെ പാർട്ട്ണർ ജിപ്സൺ എത്തിച്ചേരുന്നത്. ജിപ്സണുമായും സന്ദീപ് സംസാരിച്ചു. ബിസിനസിന്റെ കാര്യങ്ങളും എങ്ങനെയാണ് അവർ ബിസിനസ് പാർട്ട്നേഴ്സ് ആയത് എന്നും സന്ദീപ് ചോദിച്ചു. തങ്ങൾ സുഹൃത്തുക്കളൊന്നും ആയിരുന്നില്ലെന്നും അച്ഛന്മാർ തുടങ്ങിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്നതെന്നും പിന്നീട് പാർട്ട്നേഴ്സ് ആവുകയായിരുന്നെന്നും ജിപ്സൺ വ്യക്തമാക്കി. ജോൺ മരിച്ചാൽ ബിസിനസിന്റെ പാർട്ട്ണർഷിപ്പിന്റെ ബാക്കി മുഴുവൻ ജിപ്സണ് കിട്ടുമോ എന്ന തരത്തിൽ സന്ദീപ് ഒരു എയററിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി എന്ന പോലെ ജിപ്സൺ ജോണിന്റെ സ്വത്തുവകകൾ മുഴുവൻ ജോണിന്റെ കാലശേഷം അനിയന്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ളതാണെന്നും അതിൽ മറ്റൊന്നുമില്ല എന്നും വ്യക്തമാക്കി കൊടുത്തു. വളരെ മാന്യമായിട്ടായിരുന്നു ജിപ്സൺ സംസാരിച്ചതും മറ്റും. ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ജിപ്സനെ സന്ദീപ് പറഞ്ഞയച്ചു. അപ്പോഴേക്കും പുറത്ത് മീഡിയ സംഘം എത്തിത്തുടങ്ങിയിരുന്നു. പുറത്തിറങ്ങിയ ഒരു സിഗരറ്റും വലിച്ച് സന്ദീപ് നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഒരു വണ്ടിയിൽ കുട്ടി വരച്ചതുപോലുള്ള ചിത്രപ്പണി സന്ദീപ് നോക്കിക്കാണുന്നത്. പണ്ട് തന്റെ വണ്ടിയിലും ഡോക്ടർ കുര്യാക്കോസ് ചെമ്മനത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ വേലക്കാരിയുടെ കുട്ടി വരച്ച് അത്തരത്തിലൊരു പാട് വന്ന കാര്യം സന്ദീപ് ഓർമ്മിച്ചെടുത്തു. കൃത്യസമയത്ത് സന്ദീപിന് ഫോൺ കോൾ വന്നു. ഉറക്ക ഗുളികയെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നല്ലോ. ആ ഫാർമസിയിൽ നിന്നും ആരുടെ പ്രിസ്ക്രിപ്ഷനിലാണ് ആ മരുന്ന് കൊടുത്തത് എന്ന് മനസ്സിലായിരുന്നു. ഡോക്ടർ കുര്യാക്കോസ് ചെമ്മനത്തിന്റെ പേര് തന്നെയായിരുന്നു അവിടെയും സന്ദീപിന് ലഭ്യമായത്. ഓഫീസിനകത്തേക്ക് കയറി ചെന്ന സന്ദീപ് പുറത്തു കിടക്കുന്ന കാർ ആരുടേതാണെന്ന് അന്വേഷിക്കുകയും അതിലെ ചിത്രപ്പണി ആര് ചെയ്തതാണെന്ന് അന്വേഷിക്കുകയും ചെയ്തു. തന്റെ മകൻ വരച്ചതാണ് എന്നായിരുന്നു അവിടുത്തെ ഒരു എംപ്ലോയി പറഞ്ഞത്. കുര്യാക്കോസ് ചെമ്മനത്തിന്റെ കാര്യം മനഃപൂർവ്വം എംപ്ലോയീസ് മറച്ചുവെക്കുന്നു എന്ന് സന്ദീപിന് തോന്നി. സന്ദീപ് അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചു. പിന്നാലെ ഡോക്ടർ കുര്യാക്കോസ് ചെമ്മനത്തെ കാണുവാൻ സന്ദീപ് തനിച്ച് പുറപ്പെട്ടു പോകുന്നു. വൈകാതെ സന്ദീപ് പരിചയക്കാരൻ കൂടിയായ ഡോക്ടർ കുര്യാക്കോസ് ചെമ്മനത്തെ മീറ്റ് ചെയ്തു. ആദ്യത്തെ കുശലത്തിനു ശേഷം ഡോക്ടറോട് ഡോക്ടറിന് ഈ വീട്ടെക് എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ബുക്ക് അടുക്കി വെക്കുകയായിരുന്ന ഡോക്ടറുടെ പക്കൽ നിന്ന് പുസ്തകങ്ങൾ താഴെ വീണു. മുഖത്തെ ഭാവവ്യത്യാസവും സന്ദീപ് ശ്രദ്ധിച്ചിരുന്നു. പരിചയമില്ല എന്ന് പറഞ്ഞ ആദ്യം ഡോക്ടർ ഒഴിഞ്ഞു മാറി. പിന്നാലെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ ആ ഓഫീസിലെ ഒരു പെൺകുട്ടി ഉറക്ക ഗുളിക വാങ്ങിയ കാര്യം സന്ദീപ് ഡോക്ടറെ ഓർമ്മിപ്പിച്ചു. തന്നെ ഒരുപാട് പേഷ്യൻസ് കാണാൻ വരുന്നതല്ലേ, എല്ലാവരെയും ഓർത്തിരിക്കുന്നതെങ്ങനെ, അതേപോലെ പേഷ്യൻസിന്റെ പേഴ്സണൽ കാര്യമൊന്നും ഞാൻ അന്വേഷിക്കാറില്ല എന്നായി ഡോക്ടറുടെ മറുപടി. ഒരു ഓഫീസിലെ ഒരാൾ കാണാൻ വരുന്നതൊക്കെ, പക്ഷെ ഒരു ഓഫീസിലെ ഭൂരിഭാഗം എംപ്ലോയീസും ഒരേ സമയം ഇവിടെ വരുന്നതിൽ ഒരു അസ്വാഭാവികത ഇല്ലേ ഡോക്ടർ എന്ന തരത്തിലായി സന്ദീപിന്റെ ചോദ്യം ചെയ്യൽ. കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് സന്ദീപ് എത്തിയിരിക്കുന്നത് എന്ന് ഡോക്ടറിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. സംശയം തോന്നി ഓഫീസിലെ എംപ്ലോയീസിന്റെ മാപ്പിലെ ലൊക്കേഷൻ ഹിസ്റ്ററി സന്ദീപ് അവിടെ നിന്ന് പരിശോധിച്ചിരുന്നു. അപ്പോൾ ഓഫീസിലെ മിക്ക തൊഴിലാളികളും ഒരേ സമയം ഡോക്ടർ കുര്യാക്കോസ് ചെമ്മനത്തിന്റെ വീട്ടിൽ വന്ന കാര്യം സന്ദീപ് മനസ്സിലാക്കിയിരുന്നു. എംപ്ലോയീസ് ഡോക്ടറുടെ പേര് മറച്ചു വെക്കാനും ശ്രമിക്കുന്നു. താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് സന്ദീപ് ഡോക്ടറോട് വീണ്ടും കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. കൂട്ടത്തിൽ ഐസക് ജോൺ കൊല്ലപ്പെട്ട വിവരവും ഡോക്ടറോട് പറഞ്ഞു. ആദ്യം അതുവരേക്കും ഒന്നും പറയാൻ കൂട്ടാക്കാതിരുന്ന ഡോക്ടർ അതുകൂടിയൊക്കെ കേട്ടതോടെ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ സന്ദീപിനോട് വിവരിക്കാൻ ആരംഭിക്കുകയാണ്. എനിക്ക് കുറച്ചുനാളായി ഈ വീട്ടെക് എന്ന സ്ഥാപനവും അവിടുത്തെ എംപ്ലോയീസിനെയും MD ഐസക് ജോണിനെയും അറിയാം. ഡോക്ടർ പറഞ്ഞു തുടങ്ങി. ആ ഓഫീസിലെ എംപ്ലോയി മീര എന്ന പെൺകുട്ടി ഗർഭിണിയായിരുന്നപ്പോൾ ഡോക്ടറുടെ ഭാര്യ റേച്ചലയായിരുന്നു കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
നാളുകളുടെ ട്രീറ്റ്മെന്റുകൾക്കൊടുവിൽ ഗർഭിണിയായതാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ വലിയ ആഹ്ലാദത്തിലും കെയറെടുത്തുള്ള ട്രീറ്റ്മെന്റിലുമൊക്കെയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ആ പെൺകുട്ടിക്ക് വല്ലാതെ വയറുവേദന വന്ന് റേച്ചലിന്റെ അടുക്കൽ ആശുപത്രിയിൽ കൊണ്ടുചെന്നു. മകളോടെന്ന പോലെ ആ പെൺകുട്ടിയോട് റേച്ചലിനൊരു വാത്സല്യമുണ്ടായിരുന്നു. റേച്ചൽ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലായത്. ആ കുട്ടിയുടെ വയറ്റിലുള്ള കുട്ടി 24 മണിക്കൂർ മുമ്പേ മരണപ്പെട്ടിരുന്നു. മാനസികമായി വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കുട്ടി പോയി. റേച്ചൽ ഒരു കൺസൾട്ടേഷനു വേണ്ടി അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ എന്റെ അടുത്തേക്ക് വിട്ടു. പരിശോധനയ്ക്കിടെ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതുകൊണ്ട് മീരയുടെ രക്തം എന്റെ ഒരു സുഹൃത്തു വഴി ഞാൻ ടെസ്റ്റ് ചെയ്തു. പരിശോധനാ റിസൾട്ട് വന്നപ്പോ മീരയുടെ ബ്ലഡിൽ ഒരു ഫോറിൻ കണ്ടന്റ് ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ അതെന്താണെന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. മീരയ്ക്കാദ്യം ഞാനൊരു സാധാരണ ട്രീറ്റ്മെന്റ് തുടങ്ങി. പാരലായി മീരയുടെ ബ്ലഡ് സാമ്പിൾസിനെ പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയും ഞാൻ പഠിക്കാനും തുടങ്ങി. ഈ സമയത്താണ് 2 ചെറുപ്പക്കാർ എന്നെ കാണാൻ വരുന്നത്. ശക്തിയായ തലവേദനയും ഉറക്കക്കുറവുമൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം. അന്ന് വന്നത് സെബാസ്റ്റ്യനും ആൽബർട്ടുമായിരുന്നു. സംസാരിച്ചു വന്നപ്പോ അവരും വീട്ടിലെ എംപ്ലോയീസ് ആണെന്ന് മനസ്സിലായി. സംശയം തോന്നി അവരുടെ ബ്ലഡ് സാമ്പിൾസും ഞാൻ ടെസ്റ്റ് ചെയ്തു. അതിലും അതേ ഫോറിൻ കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കണക്ട് ചെയ്യുന്ന ഒരേ ഒരിടം അവരുടെ ഓഫീസാണ്. അതുകൊണ്ട് തന്നെ അവരോട് മീരയെ പറ്റിയും മീരയുടെ ബ്ലഡിൽ കണ്ട കാര്യങ്ങളെപ്പറ്റിയും ഞാൻ ഡിസ്കസ് ചെയ്തു. മീരയുടെ ബ്ലഡിൽ ഉണ്ടായിരുന്നത് DNA മ്യൂട്ടേഷൻ വരെ വരുത്താവുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു. അതായിരുന്നു അവരുടെ ബ്ലഡുകളിലും കാണപ്പെട്ടത്. അതോടെ ഓഫീസിലെ മറ്റെംപ്ലോയീസിനും അത്തരത്തിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ മീരയടക്കമുള്ള ആരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമല്ല എന്നും ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. പിന്നീട് അവരു വഴി ഓഫീസിലെ പലർക്കുമുള്ള പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. ഓഫീസിൽ നിന്നുമാണ് DNA മ്യൂട്ടേഷൻ വരെ വരാവുന്ന ആ പ്രശ്നം അവരുടെ ശരീരത്തിൽ ബ്ലഡിൽ കലർന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവരും തന്നെ എന്നെ കാണാൻ വന്നു. അന്നാണ് വീട്ടക്കിനെ പറ്റിയും MD ഐസക് ജോണിനെ പറ്റിയും ഞാൻ കേൾക്കുന്നത്. അതിനു മുമ്പേ അത് കേട്ടുള്ള എന്തോ പരിചയം എനിക്ക് തോന്നി. അവരുടെയൊക്കെ ബ്ലഡ് സാമ്പിൾസ് ചെക്ക് ചെയ്തപ്പോൾ അതിലൊക്കെ ആ കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു. DNA-യിൽ വ്യതിയാനം വരുത്താൻ സാധിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അവര് പോലും അറിയാതെ അവരുടെ ശരീരത്തിലേക്ക് അത് ചേർക്കപ്പെട്ടിട്ടാണുള്ളത്. അതും അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ. ഡോക്ടർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഡോക്ടർ കുര്യാക്കോസ് ചമ്മനം അവരുടെ ഓഫീസിലെ ഓരോ കഴിക്കുന്ന വെള്ളവും കുക്കീസും ഒക്കെ ചെക്ക് ചെയ്തു. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ ഓഫീസിലെ എംപ്ലോയീസിന് മുഴുവൻ കുര്യാക്കോസ് ചമ്മനം ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി താൻ കണ്ടെത്തിയ കാര്യങ്ങൾ അറിയിച്ചു. വീടെക് എന്ന കമ്പനി മാത്രമല്ല ഐസക് ജോണിനുള്ളത്. വി ഫാർമ എന്ന് പേരുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കൂടി ഐസക് ജോണിനുണ്ട്. അയാൾ അതിന്റെ കോഫൗണ്ടറാണ്, സഹോദരനാണ് മറ്റൊരു പങ്കാളി. വി ഫാർമ ഡോക്ടേഴ്സിനിടയിൽ ഫേമസ് ആണ്. അവർക്ക് അവരുടെ പ്രൊഡക്ഷനും ലബോറട്ടറിയും റിസർച്ച് വിങ്ങും ഒക്കെയുണ്ട്. കുറെ സംശയങ്ങൾ തോന്നിയതുകൊണ്ട് ഐസക് ജോണിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ച് അതിലെ വിവരങ്ങൾ ചോർത്തിത്തരാൻ ആൽബർട്ടിനോടും മറ്റും ഡോക്ടർ ആവശ്യപ്പെട്ടു. ഡോക്ടർ ആവശ്യപ്പെട്ട പ്രകാരം ആൽബർട്ടിന്റെ കമ്പ്യൂട്ടറിലെ ചില വിവരങ്ങളുമായി അവർ ഡോക്ടറുടെ അടുത്തെത്തി. അതിൽ ഓഫീസിലെ പഞ്ചിങ് ഡിവൈസിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നു. അതിൽ സംശയം തോന്നിയ ഡോക്ടർ അതിൽ കൂടുതൽ പഠനം നടത്തുകയും അറിയാവുന്ന ആളെ കൊണ്ട് കാര്യമായ ഗവേഷണം നടത്തിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാവുന്നത്. അന്ന് ആ ലാപ്ടോപ്പിൽ മറ്റു ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. HMV എന്ന് വിളിക്കപ്പെടുന്ന കൊടൂര വൈറസിനെ പറ്റിയും അതിനെതിരെയുള്ള ആന്റിഡോട്ടിനെ പറ്റിയുമുള്ള വിവരങ്ങളായിരുന്നു അത്. ഡോക്ടറിൽ നിന്ന് അത് കേട്ടതും ആ വൈറസാണോ അവരുടെ മേത്ത് പ്രവേശിച്ചിട്ടുള്ളത് എന്ന് സന്ദീപ് ചോദിച്ചു. അതല്ലെന്നും അതിന്റെ ആന്റിഡോട്ടാണ് അവരുടെ ശരീരത്തിൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുമായിരുന്നു ഡോക്ടറുടെ മറുപടി. താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഡോക്ടർ പിന്നാലെ വിശദമാക്കി. ആന്റിഡോട്ടുകൾ സ്ഥാപനത്തിലെ കുക്കീസ് വഴിയും വെള്ളം വഴിയും എംപ്ലോയീസിന് കൊടുത്തിരുന്നു. പഞ്ചിങ് മെഷീൻ യാഥാർത്ഥ്യത്തിൽ ഒരു സാധാരണ പഞ്ചിങ് മെഷീൻ ആയിരുന്നില്ല. അതിലെ മൈക്രോ നീഡിൽസ് ഓരോ തവണയും അവർ പഞ്ച് ചെയ്യുമ്പോൾ അവരുടെ രക്തം കളക്ട് ചെയ്യും. അതുവഴി അവർ നിരീക്ഷിക്കപ്പെടുകയായിരുന്നു. ആന്റിഡോട്ട് അവരുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുവെന്ന്. കൃത്യമായി പറഞ്ഞാൽ ഓഫീസിലെ അത്രയും എംപ്ലോയീസ് അവർ പോലും അറിയാതെ ഐസക് ജോണിന്റെ ഫാർമ കമ്പനിയുടെ മരുന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഗിനിപ്പന്നികളായി മാറുകയായിരുന്നു. വരാനിരിക്കുന്ന വൈറസിന്റെ ആന്റിഡോട്ട് അവരുടെ ശരീരത്തിൽ പ്രവേശിച്ചതോടെ അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടതോടെ അവർക്കൊക്കെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ആരംഭിച്ചു. മുടികൊഴിച്ചിലും ഓർമ്മക്കുറവും കാഴ്ചശക്തി മങ്ങലും കേൾവിശക്തി ഇല്ലാതാവലും അടക്കം പല പ്രശ്നങ്ങളും അതിൽ പെട്ടിരുന്നു. ഇതുകൊണ്ടുണ്ടായി അവരുടെ പ്രശ്നമൊക്കെ മാറിയോ? സന്ദീപ് ഡോക്ടറോട് ചോദിച്ചു. ഇല്ലെന്നും പരീക്ഷണ മരുന്നിന്റെ ആദ്യഘട്ടമായതുകൊണ്ട് പലതും ക്യൂർ ചെയ്യാൻ പറ്റാത്തതാണ് എന്നും ഡോക്ടർ മറുപടി കൊടുത്തു. പിന്നാലെ വിഫാമയെ പറ്റി താൻ കളക്ട് ചെയ്ത വിവരങ്ങളും ഡോക്ടർ സന്ദീപിന് കൈമാറി. ഐസക് ജോൺ തിരികെ വന്നപ്പോൾ പഞ്ചിങ് മെഷീനും കുടിവെള്ളവും കുക്കീസും അടക്കം ഒക്കെയും മാറ്റിയെന്നും ടെസ്റ്റിംഗ് അവസാനിച്ചതുകൊണ്ട് കാര്യങ്ങളൊക്കെ പഴയ രീതിയിലാക്കിയെന്നും ഡോക്ടർ സന്ദീപിനോട് വിശദീകരിച്ചു. ഇതൊക്കെ അറിഞ്ഞപ്പോ അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നായി സന്ദീപിന്റെ അടുത്ത ചോദ്യം. ഡോക്ടർ പറഞ്ഞു, വേട്ടയാടപ്പെട്ട കാട്ടുമൃഗങ്ങളുടെ അവസ്ഥയായിരുന്നു അവർക്ക്. കൂട്ടത്തിൽ ഏറെ തകർന്നുപോയത് മീരയായിരുന്നു. ഒരു നിയമത്തിനും ഐസക് ജോണിനെ വിട്ടുകൊടുക്കാൻ
മീര ഒരുക്കമായിരുന്നില്ല. ഓരോ എംപ്ലോയീസും അവരവർക്കുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ അവരോട് നിയമത്തിന്റെ വഴിയിൽ പോരാടാൻ ഉപദേശിച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോ അവരാരും പിന്നെ എന്നെ കൺസൾട്ട് ചെയ്യാൻ വരാതായി. അവർക്കുണ്ടായ മാറ്റങ്ങൾ സമൂഹത്തിന് മുമ്പിൽ മറച്ചുവെച്ച് ജീവിക്കാൻ അവർ തീരുമാനിച്ച പോലായിരുന്നു. പക്ഷേ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ അവരുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അവരെപ്പോലെ എത്രയോ പേരെ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞവർ അവരുടെ കോടതിയിൽ നിന്ന് അയാൾക്കുള്ള ശിക്ഷ വിധിക്കും എന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ അവരുടെ പ്ലാൻ എന്താണ് എന്ന് മാത്രം എന്നോട് പറഞ്ഞില്ല. അതോടെ അവരാണ് ഐസക് ജോണിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സന്ദീപിന് ഉറപ്പു വന്നിരുന്നു. ഡോക്ടർ പക്ഷേ സന്ദീപിനോട് അവരാണോ യഥാർത്ഥ കുറ്റവാളികൾ ഇപ്പോഴും പുറത്തല്ലേ ഉള്ളേ, അവരെന്തോ വലുതല്ലേ പ്ലാൻ ചെയ്യുന്നേ, അവരെയല്ലേ സന്ദീപ് തടയേണ്ടത് എന്ന മട്ടിൽ സന്ദീപിനോട് സംസാരിച്ചു. സന്ദീപ് അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കാൻ ആരംഭിച്ചു. ഡോക്ടർ പിന്നാലെ സന്ദീപിന് വിഫാമയെ പറ്റി താൻ കണ്ടെത്തിയ വിവരങ്ങളുടെ പെൻഡ്രൈവും കൊടുത്തു. ജിപ്സൺ എന്ന പേര് ഇതിനിടയിൽ ഡോക്ടർ എവിടെങ്കിലും കണ്ടിരുന്നോ എന്ന് സന്ദീപ് ഡോക്ടറോട് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു ഡോക്ടർ മറുപടി പറഞ്ഞത്. പിന്നാലെ ഡോക്ടർ ഓഫീസിലെ 13 എംപ്ലോയീസിനു വേണ്ടി വാദിച്ചു. പാവപ്പെട്ട കുറെ അനുഭവിച്ച് ആ 13 പേർക്കെതിരെ പോകണോ അതോ ഒരു മഹാമാരി പടർത്തി ജനങ്ങളെ കൊല്ലാൻ പോകുന്ന ഫാർമയ്ക്കെതിരെ പോകണോ എന്ന് സന്ദീപ് തന്നെ തീരുമാനിക്കൂ എന്ന് ഡോക്ടർ സന്ദീപിനോട് പറഞ്ഞു. ഇത് സത്യമാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് വേണം ഡോക്ടർ, വിഫാമയുടെ ലാബുകൾ എവിടാണെന്നൊന്ന് കണ്ടെത്തി അറിയിച്ചു തരണം എന്നായിരുന്നു സന്ദീപിന്റെ മറുപടി. ഡോക്ടറും അതിനൊക്കെ പറഞ്ഞു. അവിടെ നിന്നും സന്ദീപ് ഓഫീസിലേക്ക് തിരികെ എത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. ഓഫീസിനകത്തേക്ക് കയറിയ സന്ദീപ് എംപ്ലോയീസിനെ ഒരിക്കൽ കൂടി നോക്കി. അവർ കടന്നുപോകുന്ന അവസ്ഥകളും അവരനുഭവിച്ച വേദനകളും ആ ഒരു നിമിഷത്തിൽ സന്ദീപിന് മനസ്സിലാവുമായിരുന്നു. അകത്തേക്കെത്തിയ സന്ദീപ് കൂടുതൽ ആക്ഷനൊന്നും എടുക്കാതെ അവരെ മുഴുവൻ പോവാൻ അനുവദിക്കുകയാണ്. വീട്ടിലേക്കെത്തിയ സന്ദീപ് അതിനെപ്പറ്റി ആലോചിച്ചു. നിയമത്തിനു മുമ്പിൽ അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ മനസാക്ഷിയല്ലേ ഒരു തരത്തിൽ യഥാർത്ഥ നിയമം. അങ്ങനെ നോക്കുമ്പോൾ അവർ നിരപരാധികളാണ്. പക്ഷേ ഇനിയും അവശേഷിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അവരിൽ ആരത് ചെയ്തു, എങ്ങനാണത് ചെയ്തത്, അതും ഇത്രയും CCTV ക്യാമറ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് സന്ദീപ് ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നാലെ ഡോക്ടറുടെ കോളും വന്നു. തലയിടിച്ചു വീണതോ ബ്ലഡ് പോയതോ ഒന്നുമല്ല മരണകാരണമെന്നും ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത് എന്നും ഡോക്ടർ പറഞ്ഞു. പോയിസണിംഗ് ഒന്നും അല്ലെന്നും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ആന്തരികാവയവങ്ങൾ ടെസ്റ്റിന് അയച്ചതിന്റെ റിസൾട്ട് വരണം എന്നും ഡോക്ടർ വ്യക്തമാക്കി. സന്ദീപ് പിന്നാലെ CCTV ദൃശ്യങ്ങളും മറ്റും വെച്ച് കാര്യങ്ങളൊക്കെ എഴുതി വിശകലനം ചെയ്യാൻ ആരംഭിച്ചു. ഓഫീസിൽ വെച്ച് ഓരോ എംപ്ലോയീസും മാറി നിന്ന സമയവും ജോൺ മരിക്കാനെടുത്ത സമയവും ഏകദേശം തുല്യമാണ് എന്ന് കാൽക്കുലേഷനിൽ സന്ദീപ് മനസ്സിലാക്കുകയാണ്. അവരെല്ലാവരും ഒന്നിച്ച് പ്ലാൻ ചെയ്താണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സന്ദീപ് തിരിച്ചറിഞ്ഞു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. തങ്ങളുടെ ഈ ക്രൂരത ചെയ്ത് ഐസക് ജോണിനെ വകവരുത്താൻ ആൽബർട്ടും സെബാസ്റ്റ്യനും ആദ്യമേ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി ഐസക് ജോണിന്റെ ഓഫീസിലെ പ്രവൃത്തികളും അയാൾ കഴിക്കുന്ന മരുന്നുമടക്കം ഒക്കെയും അവർ നിരീക്ഷിച്ചു. ഒടുവിൽ ആൽബർട്ടായിരുന്നു തനിക്ക് തോന്നിയ ഒരു ഐഡിയ സെബാസ്റ്റ്യനുമായി പങ്കുവെക്കുന്നത്. സെബാസ്റ്റ്യനും അത് ഓക്കെയാണെന്ന് തോന്നിയപ്പോൾ ഓഫീസിലെ മറ്റുള്ള ഏവരെയും വിളിച്ച് അവർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. എംപ്ലോയീസിൽ ചിലർക്കൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിലും ഐസക് ജോണിനെ വകവരുത്തണം, പ്രതികാരം ചെയ്യണം എന്നതിൽ ആർക്കും മറ്റൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. പിന്നാലെ സെബാസ്റ്റ്യനും ആൽബർട്ടും ചേർന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു. മുമ്പ് ഓഫീസിൽ ഒരു സേഫ്റ്റി ക്ലാസ് ഉണ്ടായിട്ടുണ്ട്. സെർവർ റൂമിൽ തീപിടുത്തം ഉണ്ടായാൽ അലാറം ശബ്ദിക്കും. 30 സെക്കൻഡ് സമയം. അതിനുള്ളിൽ അവിടെയുള്ള ഏവരും പുറത്തു കടക്കണം. അവർ പുറത്തു കടന്ന് 30 സെക്കൻഡ് അവസാനിച്ചാൽ അങ്ങോട്ടേക്ക് പുറത്തുള്ള സിലിണ്ടറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പമ്പ് ചെയ്തു വരും. കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് തീ കെടുത്തും. ഇതേ കാർബൺ ഡൈ ഓക്സൈഡ് ഒരാൾ അകത്തുനിന്ന് ശ്വസിച്ചാൽ അയാൾ മരണപ്പെടും. ഇത് ഐസക് ജോൺ ആണെങ്കിൽ മരണം പെട്ടെന്ന് സംഭവിക്കും. കാരണം അയാൾക്ക് ബ്രീത്തിംഗ് പ്രശ്നം ഉള്ളതാണ്. ഇതിന്റെ മറ്റൊരു ലീഗൽ വശം എന്തെന്ന് വെച്ചാൽ ഒരാൾ സ്വാഭാവികമായി മരിച്ചാലും കുറച്ചു സമയം പിന്നിട്ടാൽ അയാളുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഉയരും. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ അത് കണ്ടെത്താൻ സാധിക്കില്ല. കാര്യങ്ങൾ അവർ വിശദീകരിച്ചതും ആദ്യം കുറച്ചു പേർക്ക് അല്പം ഭയം തോന്നിയിരുന്നു. പക്ഷേ സെക്യൂരിറ്റി സത്യൻ ചേട്ടനും ഭാര്യ സിന്ധു ചേച്ചിയും അയാളെ കൊല്ലണമെന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നു. അതോടെ മറ്റുള്ളവർക്കും ധൈര്യം വന്ന് അവരുടെ കൂടെ നിൽക്കുവാൻ തീരുമാനിക്കുകയാണ്. പിന്നാലെ പ്ലാൻ എന്തെന്ന് ആൽബർട്ടും സെബാസ്റ്റ്യനും വിശദീകരിച്ചു. ആദ്യത്തെ പ്രവൃത്തി ചെയ്യേണ്ടത് സത്യൻ ചേട്ടനാണ്. ഓഫീസിലെ പഴയ ഗാർഡൻ ഹൗസ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് അത് മാറ്റി അത് കൊണ്ടുപോയി കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടർ വെച്ചിരിക്കുന്ന ഗ്രില്ലിന്റെ മുകളിൽ കൊണ്ടുപോയി ഇടണം. പുതിയ ഓസ് വാങ്ങുകയും വേണം. പിറ്റേന്ന് രാവിലെ അങ്ങോട്ടേക്കെത്തുന്ന ആൽബർട്ടും സെബാസ്റ്റ്യനും കൂടി കാർ CO2 വെച്ചിരിക്കുന്ന ഗ്രില്ലിന് ഫ്രണ്ടിൽ മറയായും ഒരാവശ്യത്തിനും പാർക്ക് ചെയ്യും. ഓഫീസിലേക്ക് അന്ന് ജോലിക്ക് വിബീഷ് വൈകിയാണ് വരേണ്ടത്. വന്നിറങ്ങുന്ന പാടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് വിബീഷ് ഫോൺ ചെയ്യണം. CCTV ഉള്ള ഭാഗം കഴിഞ്ഞ് അല്പം അങ്ങോട്ട് മാറുമ്പോഴേക്കും കാർ വഴി ചവിട്ടിക്കേറി ഗ്രില്ലിന്റെ മുകളിലെത്തുന്ന വിബീഷ് കയ്യിൽ കൊണ്ടുവരുന്ന ബലൂൺ മുറിച്ച് ആ ബലൂൺ ബാത്റൂമിൽ നിന്നുള്ള എക്സോസ്റ്റ് ഫാനിന്റെ ഔട്ടർ ലൈനിലേക്ക് ഘടിപ്പിക്കണം. ശേഷം സത്യൻ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഓസ്
എടുത്ത് അതിന്റെ ഒരു വശം ബലൂണിന്റെ മറുവശത്തേക്ക് പിടിപ്പിക്കണം. ബാക്കി വരുന്ന വസ്തുക്കൾ പ്ലാസ്റ്റിക് കത്തിക്കുന്ന കൂട്ടത്തിലേക്കിട്ട് കത്തിച്ച് കളയുകയും വേണം. ശേഷം വേഗം അവിടെ നിന്നിറങ്ങി പഴയ പോലെ ഫോൺ വിളിച്ച് CCTV ക്യാമറയ്ക്ക് മുമ്പിലൂടെ തന്നെ ഓഫീസിനകത്തേക്ക് കയറിപ്പോരണം. കൂട്ടത്തിൽ ആകെ പ്രശ്നമായിട്ടുള്ളത് സീനിയർ ഓഫീസർ രാജീവാണ്. അയാൾക്കൊന്നും വിഷയമല്ല. പദ്ധതി നല്ല രീതിയിൽ നടക്കണമെങ്കിൽ സീനിയർ ഓഫീസർ രാജീവിനെ അകറ്റി നിർത്തണം. അതിനുവേണ്ടി രാജീവിന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. മീരയാണ് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ ഉദ്ദേശം കഴിയുന്നവരെ രാജീവ് കോൺഫറൻസ് റൂമിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ട് ആ മീറ്റിംഗിൽ ഫയാസും പങ്കെടുക്കണം. രാജീവിനെ കോൺഫറൻസ് റൂമിൽ നിന്ന് പുറത്തുവിടാതെ നോക്കേണ്ടത് ഫയാസാണ്. സിന്ധു ചേച്ചി ആദ്യത്തെ ചായ കൊണ്ടുവരുമ്പോൾ തന്നെ ആൽബർട്ടും സെബാസ്റ്റ്യനും നീലിമയും പുറത്ത് ചായ കുടിക്കാൻ പോകും. പ്ലാനിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസക് ജോണിനെ ബാത്റൂമിൽ എത്തിക്കുക എന്നതാണ്. അവർ പോയി 5 മിനിറ്റ് കഴിയുമ്പോൾ സിന്ധു ചേച്ചി അതിനുള്ള പണി തുടങ്ങണം. കോഫി പൗഡർ തീർത്തു വെച്ചിരിക്കുന്ന മെഷീനിൽ കോഫി പൗഡർ ഫില്ല് ചെയ്യാൻ എത്തുമ്പോൾ വിദഗ്ധമായി അതിലെ കോഫി വരുന്ന ഭാഗത്ത് ഒരു തടസ്സം സൃഷ്ടിക്കണം. അതിനുള്ള ട്രെയിനിങ്ങും അവർ സിന്ധു ചേച്ചിക്ക് കൊടുത്തു. തടസ്സമുള്ളതുകൊണ്ട് ഐസക് ജോൺ കോഫി എടുക്കുമ്പോൾ കോഫി ദേഹത്ത് തെറിക്കും. അത് കഴുകാൻ അയാൾ ബാത്റൂമിൽ പോകും. അതാണ് പദ്ധതി. അടുത്ത ഘട്ടം ഡോറിന്റെ കാര്യമാണ്. അകത്തുനിന്ന് നെക്കി ലോക്ക് ചെയ്യാവുന്ന തരം ലോക്കാണ് ഐസക് ജോണിന്റെ ടോയ്ലറ്റിനുള്ളത്. ഓട്ടോ ക്ലോസ് ഉള്ളതുകൊണ്ട് അകത്ത് കയറിയാൽ ഉടൻ തന്നെ ആ ഡോറ് ക്ലോസ് ആവും. പക്ഷേ അത് ലോക്കാകേണ്ടതുണ്ട്. അതിനായി ചെയ്യേണ്ടത് ഓഫീസിൽ ഫസ്റ്റ് എത്തുന്ന നീന ഫിംഗർ പ്രിന്റ് ഒന്നും ആവാത്ത തരത്തിൽ ഒരു ടിഷ്യൂ മടക്കിയെടുക്കണം. CCTV ദൃശ്യങ്ങളിൽ പെടാതെ അവിടെ നിന്ന് മറിഞ്ഞ് ടോയ്ലറ്റിന്റെ മുമ്പിലെത്തണം. ശേഷം ആ ടോയ്ലറ്റ് ഡോർ തുറന്ന് അകത്തെ ലോക്ക് പ്രസ് ചെയ്ത് മടക്കിയെടുത്ത ടിഷ്യൂ പേപ്പർ ഡോറ് ക്ലോസ് ആവാത്ത രീതിയിൽ ഡോറിന് തടസ്സം വെച്ച് CCTVയിൽ പെടാതെ തിരികെ ഇറങ്ങി വരണം. ഐസക് ജോൺ ഡോറ് തുറക്കുമ്പോൾ ഡോറിനിടയിൽ വെച്ച ടിഷ്യൂ പേപ്പർ താഴെ വീഴും. ഓട്ടോമാറ്റിക് ക്ലോസ് ഉള്ളതുകൊണ്ട് ഡോറ് ലോക്കാവുകയും ചെയ്യും. പ്രസ് ലോക്കാണെങ്കിലും അകത്തുനിന്ന് തുറന്ന ഡോറ് തുറയില്ലേ എന്നൊരു എംപ്ലോയി ചോദിച്ചു. അതിനും മറുപടി ഉണ്ടായിരുന്നു. സത്യൻ ചേട്ടൻ കൊടുത്ത ജോണിന്റെ ടോയ്ലറ്റ് കീ ഉപയോഗിച്ച് ഒരു സ്ലൈഡ് കൃത്യമായ രീതിയിൽ താക്കോലിന്റെ രൂപത്തിലേക്ക് മാറ്റിയിരുന്നു. ജോൺ ബാത്റൂമിൽ കയറി ഡോറ് ക്ലോസ് ആയതിനു പിന്നാലെ വെള്ളമെടുക്കാനെന്ന ഭാഗത്തിന് എംപ്ലോയീസായി 2 പേർ വെള്ളമിരിക്കുന്ന ഭാഗത്തേക്ക് പോകണം. CCTVയിൽ പെടാതെ അതിലൊരാൾ ഈ സ്ലൈഡ് കൊണ്ടുപോയി ആ ലോക്കിലിട്ട് വെക്കണം. പിന്നെ അകത്തുനിന്ന് തുറക്കാൻ ശ്രമിച്ചാലും ഡോറ് തുറയുകയേയില്ല. അടുത്ത ഘട്ടം ആൽബർട്ട് വിശദീകരിച്ചു. കാർ പാർക്കിംഗ് ഏരിയയോട് ചേർന്നിട്ടാണ് CO2 സിലിണ്ടേഴ്സ് ഉള്ളത്. പുറത്തു പോകുന്ന ആൽബർട്ടും സെബാസ്റ്റ്യനും നീലിമയും ചായ കുടിച്ച് പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ CCTVയിൽ പെടാത്ത ഭാഗത്തായിരിക്കും സെബാസ്റ്റ്യൻ ചെന്നിരിക്കുക. സെബാസ്റ്റ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും ആൽബർട്ടും നീലിമയും സെബാസ്റ്റ്യൻ അവിടെ ഉള്ള പോലെ തന്നെ സെബാസ്റ്റ്യനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. CCTV ദൃശ്യങ്ങളിൽ സെബാസ്റ്റ്യൻ ഉള്ള പോലെ തന്നെ അപ്പോ അനുഭവപ്പെടും. കൃത്യസമയത്ത് CCTVയിൽ പെടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുന്ന സെബാസ്റ്റ്യൻ CO2 സ്റ്റോറേജിന്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ പൈപ്പ് അഴിച്ച് രാവിലെ വിഭീഷ് കണക്ട് ചെയ്തു വെച്ച ഗാർഡൻ നോസ് എടുത്ത് അത് കണക്ട് ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത ഓസും കാര്യങ്ങളും ഒന്നും കാണാതിരിക്കാൻ അവിടെ മറ്റൊന്നുകൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കൂട്ടണം. അത് മുഴുവൻ കൊണ്ടുപോയി സിന്ധു ചേച്ചി കത്തിക്കുന്നിടത്ത് കൂട്ടിയിട്ട് കത്തിക്കണം. ഒരുപാട് പുകയുള്ളതുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് വരികയോ ആരും അതൊന്നും നോക്കിക്കാണുകയോ ഇല്ല. അവന്റെ ദേഹത്തേക്ക് ചായ തെറിച്ച് അവൻ ബാത്റൂമിലേക്ക് പോയാൽ അവന്റെ മരണവിപ്രാളത്തിന്റെ ശബ്ദം പുറത്താരും കേൾക്കരുത്. അതിനുവേണ്ടി ആ സമയത്ത് സിന്ധു ചേച്ചി ഓഫീസ് ക്ലീനിങ്ങിന് വാക്വം ക്ലീനർ ഓൺ ആക്കണം. മറ്റൊരു പ്രധാന കാര്യം, ക്ലീൻ ചെയ്യാൻ ജോൺ ടോയ്ലറ്റിൽ കയറുന്ന സമയത്ത് സ്ലൈഡ് ഇടാൻ പോകുന്നത് ആരാണോ അയാൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബാത്റൂമിനകത്തെ എക്സോസ്റ്റ് ഫാൻ ഓൺ ആണെങ്കിൽ അതിന്റെ സ്വിച്ച് പുറത്തുനിന്ന് ഓഫ് ചെയ്യണം. അത്രയും കാര്യം ചെയ്തു കഴിയുമ്പോൾ തന്നെ സിന്ധു ചേച്ചി വാക്വം ക്ലീനർ ക്ലീൻ ചെയ്യാൻ ഓൺ ആക്കണം. ആ ശബ്ദം കേൾക്കുന്നതും താഴെയിരിക്കുന്ന സെബാസ്റ്റ്യന് സൂചന ലഭിക്കും. അത് കേട്ട് സെബാസ്റ്റ്യൻ CCTVയിൽ പെടാതെ സിലിണ്ടറിന്റെ അകത്ത് പോയി സിലിണ്ടർ തുറക്കും. ഗാർഡൻ ഹോസിലൂടെ കാർബൺ ഡയോക്സൈഡ് എക്സോസ്റ്റ് ഫാനിന്റെ ഹോളിലൂടെ നേരെ ബാത്റൂമിൽ വന്നു നിറയും. ആ സമയം പുറത്തുനിന്നാരും വരുന്നില്ല എന്ന് സത്യൻ ചേട്ടൻ ഉറപ്പുവരുത്തും. ബാത്റൂമിൽ ലോക്കായി ഡോർ തുറക്കാൻ പറ്റാതെ കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ച് ശ്വാസം മുട്ടി ഐസക് ജോൺ താഴെ വീണ് മരണപ്പെടും. മരിക്കാൻ വേണ്ടുന്ന കൃത്യസമയം കഴിയുന്നതും സെബാസ്റ്റ്യൻ തന്നെ പോയി സിലിണ്ടറിൽ നിന്ന് ഗാർഡൻ ഹോസ് ഊരി പഴയ ഓസ് പിടിപ്പിക്കും. ബലൂൺ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് നിന്ന് അത് വലിച്ചെടുത്ത് ബലൂണും ചുറ്റിവെച്ചിരിക്കുന്ന ടേപ്പും ഊരി അത് കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ കൂടെ കത്തിച്ചു കളയും. സമയമായി എന്നുറപ്പാകുന്നതോടെ വെള്ളമെടുക്കാൻ എന്ന മട്ടിൽ മറ്റൊരു എംപ്ലോയി എഴുന്നേറ്റ് വെള്ളമിരിക്കുന്ന ഭാഗത്തേക്ക് പോകും. അയാളാണ് വീണ്ടും എക്സോസ്റ്റ് ഫാൻ ഓണാക്കേണ്ടതും ലോക്കിൽ ഇട്ടുവെച്ചിരിക്കേണ്ടുന്ന സ്ലൈഡ് തിരികെ എടുക്കേണ്ടതും. അത്രയും കാര്യങ്ങൾ ഭംഗിയായി നടന്നാൽ ഒക്കെ പെർഫെക്റ്റായി അവസാനിക്കും. പക്ഷേ അവസാനം സ്ലൈഡ് എടുക്കാൻ പോയ പെൺകുട്ടി മറവിയുള്ളതുകൊണ്ട് താനെന്താ ചെയ്യേണ്ടതെന്ന് മറന്നുപോയിരുന്നു. അത് ശ്രദ്ധിച്ച് എംപ്ലോയീസിൽ ഒരാൾ തന്റെ സ്ലൈഡ് തലയിൽ നിന്നൂരി താഴെ വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു. അതോടെ അവൾ ആ സ്ലൈഡ് ഊരിയെടുത്ത് പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു. അത്രയും കഴിഞ്ഞതോടെ ആൽബർട്ടും പുറത്തുപോയ മറ്റുള്ളവരും തിരികെ വന്ന് ജോലി ആരംഭിക്കുകയും ചെയ്തു. പിന്നീടാണ് ജിപ്സൺ വിളിച്ച് ഐസക് ജോൺ ഫോൺ എടുക്കില്ലെന്ന് പറഞ്ഞ് രാജീവ്
വന്ന് ബാത്റൂമിൽ മുട്ടിവിളിക്കുന്നതും വാതിൽ തുറക്കാതായപ്പോൾ സെബാസ്റ്റ്യൻ പുറത്തേക്ക് ഓടിപ്പോയി സത്യൻ ചേട്ടന്റെ അടുത്ത് നിന്ന് താക്കോല് കൊണ്ടുവന്ന് തുറന്നു നോക്കുന്നതും ഐസക് ജോൺ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണുന്നതും എല്ലാ രീതിയിലും തെളിവില്ലാത്ത രീതിയിൽ പെർഫെക്റ്റ് ക്രൈം തന്നെ അവർ സംഘടിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യൽ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന നിർദ്ദേശവും സെബാസ്റ്റ്യനും ആൽബർട്ടും ചേർന്ന് അവർക്ക് കൊടുത്തു. സാധാരണ രീതിയിലേ സംസാരിക്കാവൂ എന്നും അന്ന് ചെയ്ത പ്രവൃത്തികളൊക്കെ മറന്നേക്കണം എന്നുമായിരുന്നു പ്രധാന നിർദ്ദേശം. ജോണിനെ പറ്റി ചോദിച്ചാൽ പേഴ്സണൽ അഭിപ്രായം പറയണമെന്നും എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതെന്നും എംപ്ലോയീസ് പരസ്പരം ആരെങ്കിലും പരസ്പരം കുറ്റം പറയണം എന്നും അവർ മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. അതുപോലായിരുന്നു സന്ദീപ് ചോദ്യം ചെയ്തപ്പോൾ അവർ പ്രവർത്തിച്ചതും. പക്ഷെ അതിൽ ആകെ പാളിപ്പോയത് ഒരു എംപ്ലോയി കൊണ്ടെന്ന ഉറക്കഗുളികയുടെ കാര്യം മാത്രമാണ്. അത് മാനേജ് ചെയ്യുവാൻ അപ്പോൾ തോന്നിയൊരു കള്ളമെന്ന രീതിയിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാണ് ഗുളിക വാങ്ങിയത് എന്നവൾ പറഞ്ഞു പോവുകയും ചെയ്തിരുന്നു. അതുവഴിയായിരുന്നു സന്ദീപ് കാര്യങ്ങൾ മനസ്സിലാക്കിയതും അന്വേഷിച്ച് അവിടം വരെ എത്തിയതും. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി എല്ലാവരോടുമായി ആൽബർട്ടും സ്റ്റീഫനും പറഞ്ഞിരുന്നു. കുറ്റകൃത്യം കഴിഞ്ഞാലും സ്വാഭാവികമെന്ന രീതിയിൽ നമ്മൾ ഓഫീസിൽ വരണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിളിച്ച് കുശലാന്വേഷണവും മറ്റും നടത്തണം. ഇക്കാര്യങ്ങളെപ്പറ്റി സംസാരിക്കരുത്. പോലീസ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് ഒക്കെ നോർമലായി തന്നെ അവർക്ക് തോന്നണം. അതിനു വേണ്ടിയായിരുന്നു അത്. അവർ ചെയ്ത ക്രൈമിന്റെ രീതികൾ സന്ദീപ് ഊഹിച്ചു തന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയെടുത്തിരുന്നു. എന്തൊരു ബ്രില്യന്റ് ക്രൈമാണ് എന്ന് സന്ദീപ് തന്നെ അതിനെ പുകഴ്ത്തി. പക്ഷെ ഒരു പെർഫെക്റ്റ് ക്രൈമും അവശേഷിക്കുന്നില്ല എന്നും സന്ദീപ് പറഞ്ഞു. പക്ഷെ അതിനു പിന്നിൽ പോവാതെ കൂടുതൽ ക്രൂരത ചെയ്യുന്ന വി ഫാർമയ്ക്കെതിരെ പോകുവാൻ സന്ദീപ് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തെന്നി വീണുള്ള സ്വാഭാവിക മരണം എന്ന രീതിയിൽ ഐസക് ജോണിന്റെ മരണം കമ്മീഷണറുടെ അടുത്ത് സന്ദീപ് റിപ്പോർട്ട് ചെയ്തു. അധികം വൈകാതെ വി ഫാർമയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമായി ഡോക്ടർ സന്ദീപിനെ വിളിച്ചു. ആരും അറിയാതെ കാടിനുള്ളിലുള്ള വി ഫാർമയുടെ റിസർച്ച് സെന്ററിലും ലബോറട്ടറിയിലും ഒക്കെയായി കുറെ ക്ലിനിക്കൽ ട്രയലുകൾ നടക്കുന്നുണ്ടെന്നും പിന്നെ സന്ദീപ് മുമ്പ് ചോദിച്ച് ഐസക് ജോണിന്റെ പാർട്ട്ണർ ജിപ്സൺ ജോർജ് ഇല്ലേ, ജിപ്സണും ഇതേ വി ഫാർമയിലെ ഒരു പങ്കാളിയാണെന്നും ജിപ്സൺ ജോർജ് ഒരു ബയോകെമിക്കൽ സയന്റിസ്റ്റ് ആണെന്നും ഡോക്ടർ സന്ദീപിനെ അറിയിച്ചു. അറിഞ്ഞിടത്തോളം ആ ഗ്രൂപ്പ് ഒരുപാട് അപകടകാരികളാണെന്നും സൂക്ഷിക്കണമെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. വൈകാതെ കാലാപൂർ ഫോറസ്റ്റിനകത്തുള്ള വി ഫാർമയുടെ പ്രധാന ലൊക്കേഷനിലേക്ക് അന്വേഷണത്തിന് സന്ദീപ് പുറപ്പെട്ടു. പിന്നാലെ വി ഫാർമയിലേക്ക് പോകുന്ന ഒരു വണ്ടിയിൽ കയറി അതിനുള്ളിലേക്കെത്താനായി സന്ദീപിന്റെ ശ്രമം. ഒരു വണ്ടി പോയപ്പോൾ അതിന് പിന്നാലെ ഓടിച്ചെന്ന് സന്ദീപ് വിദഗ്ധമായി അതിനകത്ത് കയറി. ഇതേ സമയം മറുവശത്ത് വിടെക് ഓഫീസിലേക്ക് പാർട്ട്ണറായ ജിപ്സൺ ജോർജ് പുതിയ MD ആയി അധികാരമേറ്റെത്തുകയായിരുന്നു. പ്രതികാര ബുദ്ധിയോടെ തന്നെ ഓഫീസിലെ എല്ലാ എംപ്ലോയീസും ജിപ്സൺ ജോർജിനെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു. രണ്ടാം ഭാഗത്തിന് ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ചലച്ചിത്രം അവിടെ അവസാനിക്കുന്നു. സംജാത് സംവിധാനം ചെയ്ത് അതിഗംഭീര ക്രൈം ഡ്രാമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.